ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. കണ്ടോ, പുറത്തൊന്നും സ്നോ ഒന്നും ഇല്ല. ഇന്നിവിടെ 11 ഡിഗ്രി വരെയാണ് ടെമ്പറേച്ചർ പോയേക്കുന്നത്. ഇപ്പൊ രാത്രി ആകുമ്പോഴേക്കും ഒരു 2 ഡിഗ്രി വരെയൊക്കെ കുറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വലിയ തണുപ്പൊന്നും ഇല്ല, ചെറിയൊരു തണുപ്പേ ഉള്ളു കേട്ടോ. ഇന്നത്തെ വെതർ നല്ല സൂപ്പർ വെതറാണ്. അതൊക്കെ കണ്ടോ. ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൊതിയനാട് ചെടിയാണ് കേട്ടോ. അതിപ്പം തണുപ്പായതുകൊണ്ട് അത് ഫുള്ള് കരിഞ്ഞു പോയിട്ടുണ്ട്. ഇത് അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ചെറിയൊരു കാന്താരിയുടെ ഒരു ചെടിയാണ് കേട്ടോ. അതും പോയിട്ടുണ്ട് കേട്ടോ. ഈ തണുപ്പായതുകൊണ്ടാണ് കേട്ടോ എല്ലാ ചെടിയും പോയേക്കുന്നത്. ഇതിപ്പോ ഞങ്ങളിവിടെ കിളിക്ക് ഫുഡ് വെച്ച് കൊടുത്തേക്കുവാണേ. ഇവിടെ നമ്മൾ വിന്റർ ടൈമിൽ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിളികൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡുകൾ നമ്മൾ വാങ്ങിക്കുവേ. കാരണം ഇവിടെ വിന്റർ ടൈമിൽ അതുങ്ങൾക്ക് ഫുഡൊന്നും അങ്ങനെ കിട്ടാറില്ല. ഫ്രൂട്ട്സും കാര്യങ്ങളും ഒന്നും കാണത്തില്ല, ഇല പോലും കാണത്തില്ല. അപ്പൊ നമ്മൾ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമുക്ക് കിളികൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പൊ അതെല്ലാവരും വാങ്ങിച്ചിട്ട് ബാൽക്കണിയിലോ അല്ലെങ്കിൽ ഗാർഡനിലോ ആയിട്ട് അവര് ഹാങ് ചെയ്തിട്ട് കൊടുക്കും. ഇനിയിപ്പം ഞാൻ പഴംപൊരി അല്ലെങ്കിൽ ഏത്തക്കാപ്പം ഉണ്ടാക്കുന്ന കാണിച്ചതാട്ടോ. എൻ്റെ വീട് നാട്ടില് ആലപ്പുഴയിലാണേ. അപ്പൊ ഞങ്ങൾ ആലപ്പുഴയില് വാഴയ്ക്കാപ്പം എന്നാണ് കേട്ടോ പറയുന്നത്. പല സ്ഥലത്തും പല പല പേരാണല്ലോ. ചില സ്ഥലത്ത് പഴംപൊരിയാണ്, ചില സ്ഥലത്ത് വാഴയ്ക്കാപ്പം, ചില സ്ഥലത്ത് ഏത്തക്കാപ്പം. ഇപ്പം താമസിക്കുന്ന സ്ഥലത്ത് അങ്ങനെ ഏത്തപ്പഴം അങ്ങനെ നമുക്ക് കിട്ടാറില്ല കേട്ടോ. ഇപ്പൊ വല്ലപ്പോഴൊക്കെ കൂടിയാണ് ഏത്തപ്പഴം നമുക്ക് അങ്ങനെ കിട്ടുന്നത്. എൻ്റെ അടുത്തുള്ളൊരു ഇന്ത്യൻ സ്റ്റോറിൽ നിന്നാണ് ഞങ്ങൾ ഏത്തപ്പഴം വാങ്ങിക്കുന്നത്. ആഫ്രിക്കയിൽ നിന്നോ അല്ലെങ്കിൽ നാട്ടിൽ നിന്നോ ഒക്കെ കയറി വരുന്ന ഏത്തപ്പഴമാണ് നമുക്ക് കിട്ടുന്നത്. ഞാനിപ്പം ഈ ഒരു ഏത്തപ്പഴം വെച്ചാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതേപോലത്തെ ഒരു പൊടിയാണ് കേട്ടോ. ഇത് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇവിടെ നമ്മുടെ സാധാ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇത് അവൈലബിൾ ആണ്. അപ്പൊ ഇത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു പഴംപൊരി ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു ബൗളിലേക്ക് കുറച്ച് മൈദാപ്പൊടി ഇട്ട് കൊടുക്കുവാണേ, കുറച്ച് സാൾട്ട് ഇട്ട് കൊടുക്കുവാണേ, മഞ്ഞപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഇതിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്ര മതി. കറുത്ത എള്ളും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോ ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇനിയിപ്പം നമുക്ക് ചായയും പഴംപൊരിയും കഴിക്കാം. ഇപ്പൊ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് രാത്രിയിലത്തെ ഫുഡ് ഉണ്ടാക്കാം. അതിലേക്ക് ഈ ഒരു ടൂണ ഫിഷ് വെച്ചൊരു റോളാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് ഉണ്ടാക്കാം. ഇത് ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട്. അപ്പൊ ഈ ഒരു റോൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഈ ഒരു ടൂണ ഫിഷ് വേണം, പിന്നെ ഈ ഒരു റാപ്പ് വേണം കേട്ടോ, ടോട്ടൽ റാപ്പ് വേണം. അല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തി പോലെ ഉണ്ടാക്കിയെടുത്താലും മതി, അതാണേലും മതി കേട്ടോ. ഇതിപ്പോ ഞാനിപ്പോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചത് കൊണ്ട് ഈ ഒരു സാധനം വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഞാനൊരു സവോള എടുക്കുന്നുണ്ട്, പിന്നെ ഒരു ചോള വെളുത്തുള്ളി മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ ഉണ്ടാക്കാൻ. കാരണം എന്റെ മോക്ക് ഈ ഒരു വെളുത്തുള്ളിയുടെ ഫ്ലേവർ അത്ര ഇഷ്ടമല്ല. അപ്പൊ ഞാൻ ഒരു ചോള മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. ഈ ഒരു പാനിലേക്ക് ഞാൻ കട്ട് ചെയ്ത സവോളയും ഒരു ഗാർലിക്കും ആഡ് ചെയ്ത് കൊടുത്തേ. ഒരു സ്വല്പം റാപ്സ് ഓയിൽ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. റാപ്സ് ഓയിലാണ് ഞാനിത് ഉണ്ടാക്കാൻ യൂസ് ചെയ്തേക്കുന്നത്. എനിക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവറോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് ഞാൻ കുറച്ച് സാൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോ ഏകദേശം കുറച്ചൊക്കെ ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവേ. ഞാനിതിലേക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി സ്വല്പം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. ഇനി കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവേ. കണ്ടോ, ഇത്രേ ഉള്ളു കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കെച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണേ.
കണ്ടോ, ടൊമാറ്റോ കെച്ചപ്പും കൂടി എൻ്റെ ഇപ്പം സ്വല്പമേ ഉള്ളു കേട്ടോ. അപ്പം അതും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം അതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഈ ഒരു ഫിഷിന്റെ വാട്ടറിൽ തന്നെ ഇട്ട് വരുന്നതാണ്. ഇനി ഞാനിതൊന്ന് കുറച്ചു നേരത്തേക്കൊന്ന് മൂടി വെക്കുവാണെങ്കിൽ മൂടി വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടുവേ. ഇത് ഉപ്പിലിട്ട കുക്കുംബർ ആണേ. ഇങ്ങനെ ഉപ്പിലിട്ട കുക്കുംബറും ക്യാരറ്റും ഒക്കെ നമുക്ക് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുവേ. അപ്പൊ ഞാൻ ഇതും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് റോള് ഉണ്ടാക്കിയെടുക്കാവേ. ഫസ്റ്റിലെ ഞാനൊരു റാപ്പ് എടുത്തു. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് മയണൈസ് ആഡ് ചെയ്ത് കൊടുക്കുവാണേ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് സെൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവേ. നമ്മൾ റെഡിയാക്കി വെച്ച ഒരു ടൂണ ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ടൂണ ഫിഷ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് കുക്കുംബർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഈ ഒരു ചീസും ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ചീസും കൂടി വെച്ചു. ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കാം. കണ്ടോ, ഒരെണ്ണം ഞാനിപ്പോൾ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി റെഡിയാക്കി എടുക്കാം. ഇത് ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട്. അപ്പൊ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റും ആണ് കേട്ടോ. ഇപ്പം ഞാനിവിടെ 3 റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഹലോ, ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കാവേ. ജസ്റ്റ് ഒന്ന് ചൂടാക്കുമ്പം ആ ചീസ് ഒന്ന് മെൽറ്റ് ആകുക, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഈ ഒരു പാനില് ജസ്റ്റ് ഒന്ന് ഒരു തുള്ളി ബട്ടർ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇതൊന്ന് താഴത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിയുമ്പോഴേക്കും ഇതിലുള്ള ചീസ് ഒന്ന് മെൽറ്റ് ആകും. ഇനി ഇതൊന്ന് തിരിച്ചു കൊടുക്കുവാണേ. കണ്ടോ, ഇത്ര മതി. ഇപ്പൊ ഇത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാവേ. അപ്പൊ ഇതിങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ ഈ ഒരു വ്ലോഗ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഈ ഒരു വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.